ഇന്ന് രാത്രിയിൽ നാം കേൾക്കാൻ പോകുന്ന കർത്താവിൻ്റെ വചനം കഴിഞ്ഞ രാത്രിയിൽ നാം സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ശ്രേഷ്ഠകരമായ ഒരു വെളിപ്പാട് ആമേ നമുക്ക് ഇന്ന് രാത്രി ചിന്തിച്ചിട്ട് വേഗത്തിൽ നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് വിരാമം കുറിക്കാം. ഒന്ന്, ദിനവൃത്താന്ത പുസ്തകം 29 അധ്യായത്തിൻ്റെ 1 വാക്യം. ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ 29 വേഴ്സസ് 1 പ്ലീസ്. പിന്നെ ദാവീദ് രാജാവ് സർവ്വസഭയോടും പറഞ്ഞത്, ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളപ്രായമുള്ളവൻ, പ്രവൃത്തി വലിയതുമാകുന്നു. ആള് ചെറുതാണ്, പക്ഷേ പ്രവൃത്തി വലുതാണ്. എല്ലാവരും ചേർന്ന് പറയാമോ? ഞാൻ ചെറുതാണ് ജനത്തിനു മുമ്പിൽ, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത് വൻ കാര്യങ്ങളാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എൻ്റെ സാമ്പത്തിക സാഹചര്യം ഓർത്താൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും പറ്റത്തില്ല. നമ്മുടെ വിദ്യാഭ്യാസം നോക്കിയാലും ഒരു ഹോപ്പില്ല, പ്രതീക്ഷയ്ക്ക് വകയില്ല. നമ്മുടെ കഴിവ് നോക്കിയാലും നമുക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തോന്നില്ല. ഏതെങ്കിലും ചിന്തയിൽ നോക്കിയാൽ, ലാംഗ്വേജ് പരമായ വിഷയം നോക്കിയാലും നമുക്ക് അവിടെ പരിമിതിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാവരും അപ്രാപ്തന്മാരാണ്. നമുക്കെല്ലാം ഒന്നും പറഞ്ഞ് പ്രശംസിക്കാൻ വഴികയില്ല. പക്ഷെ ആള് ചെറുതാണെങ്കിലും ദൈവം ചെയ്യിപ്പിക്കാൻ പോകുന്ന പ്രവൃത്തി ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. ഈ വെളിപ്പാടുമായിട്ട് വേണം നാം ഇന്ന് രാത്രി വിശ്രമത്തിലേക്ക് പോകാൻ. ദൈവാത്മാവ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ആശയങ്ങളുടെ അകത്ത് തന്നത് ഞാൻ ദൈവമക്കൾ ഷെയർ ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ആ ദൂതിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞ വാക്കാണ്, നഥനയോട് പറഞ്ഞു, നഥനയിലെ നീ അത്തിയുടെ ചുവട്ട് നിന്നും എപ്പോൾ പുറത്തു വന്നോ അപ്പോൾ നീ കാണാൻ തുടങ്ങിയത് വൻ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ. നീ ഇപ്പോൾ കണ്ടതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു. നീ ഇതുവരെ ചെയ്ത കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യം ചെയ്തത്. നീ പ്രതീക്ഷിച്ചതും നീ ചെറിയ ചെറിയ കാര്യമേ പ്രതീക്ഷിച്ചുള്ളൂ. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ കൊക്കിക്കൊത്തതാണ് നമ്മൾ കൊത്തിയത്. അഥവാ എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞാലോ പ്രവർത്തിക്കാൻ നമ്മളോട് അല്ലെങ്കിൽ നാം തന്നെ ബിരുദന്മാരാണ്, നമ്മളും പറയും, പാസ്റ്റർ കൊത്തിയാൽ പോരെ, ചാടിക്കറി വൻകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസം പിടിച്ച് ചത്തുപോകത്തില്ലയോ എന്നൊക്കെ ചോദിക്കുന്ന അന്തരീക്ഷം നമുക്ക് ഉണ്ടാകാറുണ്ട്. വാസ്തവത്തിൽ നാം അപ്രാപ്തരാണെങ്കിൽ പോലും നമ്മെ പ്രാപ്തനാക്കുന്ന ഒരു മഹാദൈവമുണ്ട്. അത് നാം ഇന്നലെ ചിന്തിച്ച വാക്ക്, ആ നിരാശയുടെ അത്തിയുടെ അല്ലെങ്കിൽ പാരമ്പര്യത്തിലെ അത്തിയുടെ കീഴിൽ നിന്നും എപ്പോൾ ഒരു വിടുതലോടുകൂടെ ആ നഥനയിൽ പുറത്തു വന്നോ കർത്താവ് പ്രവചിച്ചു പറഞ്ഞു, നീ ആള് ചെറുതാണെങ്കിലും നഥനയില് നിന്നെക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാൻ പോകുന്നതും നീ കാണാൻ പോകുന്നതും ഒരു വലിയ പ്രവൃത്തിയാണ്. സ്തോത്രം. ഇവിടെ ശലോമോനെ കുറിച്ച് തൻ്റെ പിതാവായ ദാവീദ്, നമുക്കറിയാം ദാവീദ് ഈ വാക്ക് പറയും 29 അധ്യായം ചിന്തിക്കുന്നത് ദാവീദ് വളരെയധികം പ്രായാധിക്യമായ സമയമാണ്. സ്തോത്രം. ഈ പ്രായാധിക്യമാകുമ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ആദിയും വ്യാധിയും അപ്പനമ്മമാർക്കുണ്ടാകുമല്ലോ. ഞാൻ മരിക്കുന്ന മുമ്പേ എൻ്റെ കുഞ്ഞിനെ ഒരിടത്ത് കൊണ്ട് എത്തിച്ചിട്ട് മരിക്കണം, അല്ലേ? നമ്മൾ ചാകുന്ന മുമ്പേ നമ്മുടെ കുഞ്ഞൊന്ന് രക്ഷപ്പെട്ടിട്ട് അതൊന്ന് കണ്ടിട്ട് വേണേ പാസ്റ്റേ ചാകാൻ, അല്ലേ? അങ്ങനെ പറയത്തില്ലേ? പറയും. അഥവാ ചില വ്യക്തികൾ മരിക്കാൻ കിടന്നാലും മരിക്കത്തില്ല, ഇങ്ങനെ കിടന്ന് മാസങ്ങൾ വർഷം കിടക്കാറുണ്ട്. ദേഹം പൊട്ടി ഒലിച്ച് വീട്ടുകാരെ മൊത്തം വേദനിപ്പിച്ച് കരയിപ്പിച്ച് അവരെ കൊണ്ടുള്ള ചാവാക്ക് പറയിപ്പിച്ച് ചില മരിക്കാറുണ്ട്. ആ മരിക്കുന്ന കാരണം ചില പ്ലാനുകൾ, ചില കാര്യങ്ങൾ അവർ ചെയ്ത് പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ ആ വിചാരങ്ങളില്ലാതെ അവർ മരിക്കാമായിരുന്നു. അപ്പം ചില വ്യക്തികളുടെ നന്മകൾ അല്ലെങ്കിൽ ചില തലമുറകൾ, അതിൻ്റെ പദവികൾ, വിടുതലുകൾ, ഭാവികൾ അനുഭവിക്കുമ്പോഴാണ് ചിലർക്ക് ആശ്വാസം ലഭിക്കുന്ന മേഖല. അങ്ങനെ ഈ ദാവീദ് വയസ്സായപ്പോൾ തൻ്റെ മകൻ അലയാൻ പാടില്ല. ഒന്നാമത് അദോനിയാവും അബ്ശലോവും കൊല്ലാൻ നടക്കുന്നു. അബ്ശലോവും മരിച്ചിട്ടില്ല, അദോനിയ മരിച്ചിട്ടില്ല.
അപ്പൊ അങ്ങനെയാണെങ്കിൽ അബ്ശലോ മരിച്ചാലും അവന്റെ ആത്മാ മരിച്ചിട്ടില്ല, അദോനിയോ മരിച്ചാലും അവന്റെ ആത്മാ മരിച്ചിട്ടില്ല. അവന് സ്പിരിറ്റ് ഇങ്ങനെ അനേക ശലോമാരെ നോക്കി നടക്കുന്നു കൊല്ലാൻ. അതുകൊണ്ട് ശലോമനെ കുറിച്ച് തൻ്റെ പിതാവിന് വലിയ വിചാരമുണ്ടായിരുന്നു. അപ്പോഴാ പരിശുദ്ധാത്മാവിൽ പറഞ്ഞു, ആ ഒരു വിചാരം ശലോമനും ഉണ്ടായിരുന്നു. കർത്താവേ, എൻ്റെ അപ്പൻ മരിക്കും മുമ്പേ എനിക്കൊരു നന്മ തന്നിട്ടേ, എൻ്റെ അപ്പൻ്റെ അഡ്രസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ അപ്പൻ്റെ കാലത്തിൽ ഒരു നന്മ കിട്ടിയെങ്കിലേ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ആദ്യം അപ്പൻ മകനെ ഉറപ്പിക്കുന്നു. വായിക്കാം 28-ാം അധ്യായം 1 ദിനവൃത്താന്തം 28-ാം അധ്യായം 20-ാമത്തെ വാക്യം 28-20 വേഗത്ത് വായിക്കാൻ, തിടുക്കത്ത് വായിക്കണം. പിന്നെയും ദാവീദ് തന്റെ മകനായ ശലോമോനോട് പറഞ്ഞത്, ബലപ്പെട്ട് ധൈര്യം പൂണ്ട് പ്രവർത്തിച്ചു കൊള്ളുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യഹോവ ദൈവം എന്റെ ദൈവം തന്നെ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ആദ്യം ശലോമോന് വിചാരമുണ്ടായിരുന്നു, എൻ്റെ അപ്പൻ മരിക്കാൻ പോകുകയാണ്. എൻ്റെ അപ്പൻ മരിച്ചാൽ ഞാനും എൻ്റെ അമ്മ എൻ്റെ കുടുംബം അനാഥമായി മാറും. എൻ്റെ അപ്പൻ ജീവനോടിരിക്കുന്ന സമയത്ത് എനിക്കൊരു നന്മ കിട്ടിയെങ്കിൽ നന്മ കിട്ടിയെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വിചാരിതരായിരിക്കുന്നതായ ശലോമന്റെ ഹൃദയവും മനോഭാവവും വായിച്ച പിതാവ് പറയുന്നു, മോനെ ഡോൺ വറി. ഇന്ന് രാവിലെ ഈ രാത്രി ഞാൻ ദൂത് പറയുമ്പോഴേ പലർക്ക് വേണ്ടി വെളിപ്പാടാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണം, നമ്മുടെ കുഞ്ഞ് ധൈര്യപ്പെടുത്തണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയണം, മക്കളെ ഡോൺ വറി, നീ ഭയപ്പെടേണ്ട, നീ വ്യാകുലപ്പെടേണ്ട, എൻ്റെ ദൈവം തന്നെ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ ഉയർത്തുമെന്നൊരു പദം നമുക്ക് നാവ് തുറന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയാൻ പറ്റുമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യം നമുക്ക് ധൈര്യപ്പെടുത്താം. പിടികിട്ട് ദൈവമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ അല്പം ഒരു സങ്കടം എനിക്കുണ്ടായി. എൻ്റെ ഇന്നലെ മോള് വിളിച്ചില്ല, അപ്പോൾ രാവിലെ വൈകുന്നേരം വിളിച്ചില്ല. അപ്പം ഞാൻ മോളോട് ചോദിച്ചു, ഇന്ന് രാവിലെ ചോദിച്ചു മോൾ എന്ത് പറ്റി, വൈഫിനെ വിളിച്ച് ചോദിച്ചു എന്ത് പറ്റി മോൾ വിളിച്ചില്ല ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നോ പറഞ്ഞു, രാവിലെ പറഞ്ഞു ഞാൻ മനഃപൂർവ്വമാണ് ഡാഡി വിളിക്കാത്ത കാര്യം. അതിൻ്റെ കാര്യം മമ്മിയെ കണ്ടാൽ ഞാൻ കരയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പറ്റി മമ്മിയെ കണ്ടാൽ നീ കരയുമെന്ന് പറയാൻ കാരണം അവളുടെ ശരീരത്തിനകത്തൊരു ഞുണൽ വന്നു, അതല്പം പഴുത്ത് അത് അല്പം വിഷമമായി. അപ്പോൾ അതുകൊണ്ട് ആ പ്രയാസം പണ്ടും വരുമായിരുന്നു. അപ്പോൾ ബീനയാണ് അവളെ ഡ്രസ്സിടാനും ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷമം അവിടെ അകത്ത് വന്നപ്പോൾ മമ്മിയെ മുഖം കണ്ടാൽ ഞാൻ കരയുണ്ടാടി, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്ത കാര്യം. അത് പറഞ്ഞപ്പോൾ ഒരു പിതാവ് എന്നുള്ള എനിക്ക് ഭയങ്കര സങ്കടമായി, ബീനയ്ക്കും അത് കേട്ടപ്പോൾ സങ്കടമായി. അപ്പം ഞാൻ ഈ വണ്ടി ഓടിച്ച് കല്യാണത്തിന് പോയി. ആ കല്യാണ വീട്ടിൽ ആ ശുശ്രൂഷ അനുഭവിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിനകത്ത് അങ്ങൊരു വേദന പരിപാടിയാക്കി. അപ്പം ഞാനിങ്ങനെ മനുഷ്യമായിട്ട് വാക്ക് പറഞ്ഞ പാസ്റ്റർ ആൻറ്റി വിളിക്ക്, ഏതെങ്കിലും ഡോക്ടറെ കണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്താൽ കൊള്ളാമാണ്. അപ്പോൾ കുഞ്ഞൊരു വാക്ക് പറഞ്ഞു, ഡാഡി പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് അത്ഭുതം ചെയ്യും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ കാര്യം എൻ്റെ വാക്ക് അല്ലെങ്കിൽ എൻ്റെ മെസ്സേജൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് അവരുടെ ഹൃദയത്തിനകത്ത് വിശ്വാസമുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം വന്ന സമയത്ത് വൈഫിന് മെസ്സേജ് ഇട്ടു, വ്യത്യാസമുണ്ട്, ആമേ വേദനയ്ക്ക് ശമനം വന്നു, ആശ്വാസമുണ്ട്, കോളേജിൽ പോകാൻ തക്കവണ്ണം റെഡിയായി നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ അർത്ഥം, നമ്മുടെ മക്കളെ ധൈര്യപ്പെടുത്താൻ, അവർ വിശ്വാസം ഉറപ്പിക്കുവാൻ, ഒരു ദാവീദിൻ്റെ നാവിനെ പോലെ നമ്മുടെ നാവിനെ കർത്താവ് ഉറപ്പിച്ചാൽ ശലോമൻ്റെ വിചാരത്തിന് മാറ്റാൻ അപ്പനെ പറ്റത്തുള്ളൂ. സ്വതന്ത്രം. ഞങ്ങളോട് പറയാം, അമ്മേ അപ്പാ, നിങ്ങളുടെ മക്കളുടെ വിചാരം മാറ്റാൻ അമ്മയ്ക്കും അപ്പനെ പറ്റും, വേറെ തേർഡ് പാർട്ടിക്ക് പറ്റത്തില്ല. ആദ്യം ശലോമനെ പിതാവ് ധൈര്യപ്പെട്ടുവെന്ന് തോന്നിയപ്പോൾ 29-ാമത്തെ വാക്യത്തിൽ സഭയുടെ മുഖത്തേക്ക് നോക്കി, അല്ലെങ്കിൽ ജനത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ മകൻ. ഇത് രാത്രിയിൽ ആ വെളിപ്പാട് അന്യഭാഷയോടെ ഏറ്റെടുക്കുന്ന വെളിപ്പാടാണ്. എൻ്റെ മകളെ, എൻ്റെ മകനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊരു വെളിപ്പാട് ആദ്യം കിട്ടേണ്ടത് മാതാപിതാക്കൾക്കാണ്. സ്വതന്ത്രം. പിടികിട്ട് രാമൻ പറയാമോ? ചന്നം പിന്നെ ചന്നം മഴ പെയ്യുന്നത് പോലെ നിൽക്കാതെ ആത്മധൈര്യപ്പെട്ട് വാക്ക് പറയണം. എന്താ പറയുക? വാക്ക്, കർത്താവേ, എൻ്റെ മോള്, എൻ്റെ മോനെ റിയൽ ഞാൻ വിശ്വസിക്കുന്നു,
ദൈവം ആ കുഞ്ഞിനെ തിരഞ്ഞെടുത്ത് ആ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം ദൈവം കരുതി വെച്ചിരിക്കുന്നു എന്നുള്ള വെളിപ്പാട് മാതാപിതാക്കൾ ഇന്ന് രാത്രി പ്രാപിക്കണം. ഉടരകടകൾ ശബ്ദരാധന, എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തിരിക്കുന്നു എന്ന വെളിപ്പാട് ദാവീദ് പ്രാപിച്ചതുപോലെ എനിക്കത് പ്രാപിക്കണം. മസ്റ്റാണ്, നിർബന്ധമാണ്. ശ്രോത്രം, സദസ് മൊത്തം സൈലന്റ് നിൽക്കുമ്പോൾ പരസ്യമായി തന്റെ മകനെ കുറിച്ച് പിതാവ് പറയുന്നു, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൾ ശലോമൻ, അവൻ ഇളം പ്രായമാണ്, അവന് വലിയ അറിവും ജ്ഞാനവും വന്നിട്ടില്ല തോന്നാം, പക്ഷെ അവന്റെ അകത്ത് ദൈവം ഇട്ടിരിക്കുന്ന പ്രവൃത്തി വലിയ പ്രവൃത്തിയാണ്. ഈ ഒരു വെളിപ്പാടുണ്ടെങ്കിൽ അപ്പന്റെ അമ്മയുടെ പ്രഷറെല്ലാം ഇപ്പോൾ തന്നെ നോർമലാവും. സ്വത്രമേ, മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ തലമുറയെ കുറിച്ചുള്ള ആവലാതിയും ആ സംശയങ്ങളും മൊത്തം ഒറ്റ സെക്കൻഡ് പോകാൻ ആ ഒറ്റ വാക്കിന് ശക്തിയുണ്ട്. സ്തോത്രം, മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ മകന് അല്ലെ എൻ്റെ മകൾക്ക് ഇളം പ്രായമാണ്, അജ്ഞാതമാണ്, പലതും ഒന്നിനും അറിവില്ല. പക്ഷെ എനിക്ക് ഒരു പിതാവ് നിലയിൽ എൻ്റെ മകനെ കുറിച്ച് വെളിപ്പാടുണ്ട്. അവനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ പോകുന്ന പ്രവൃത്തി ഏറ്റവും വലുതായിരിക്കും. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ടെ, ഒന്ന് പറഞ്ഞ്, എൻ്റെ മോളെയും എൻ്റെ മോനെയും കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ പോകുന്ന പ്രവൃത്തി വലിയതെന്ന് എല്ലാവരും അൺമ്യൂട്ട് ചെയ്താട്ടെ. അവിശ്വാസവാക്ക് പറഞ്ഞു ഉറക്കെ പറഞ്ഞു. എൻ്റെ മോളെയും എൻ്റെ മോനെയും കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തി ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. അതിൽ കുറഞ്ഞൊരു പ്രവൃത്തിയില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, യഹോവ വലിയവനായതുകൊണ്ട്, യഹോവയുടെ പ്രവൃത്തി വലുതായതുകൊണ്ട്, ആ യഹോവ വിശ്വസിക്കുന്ന എനിക്കും ആ യഹോവ വിശ്വസിക്കുന്ന എൻ്റെ മക്കൾക്കും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തി ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. സ്തോത്രം, സ്തോത്രം. എനിക്ക് അവിടെ ഒരു ചിന്തയോട് ഞാൻ ഒന്ന് വായിച്ചു നിർത്താം. ബാക്കി എനിക്ക് അല്പം ഡീപ്പായിട്ട് പ്രസംഗിക്കണം, അത് മറ്റു സമയം പ്രസംഗിക്കെങ്കിൽ വായിച്ചു വിടാം. 29-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാമോ? 14:14. ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തമാകുവാൻ ഞാൻ ആർ, എന്റെ ജനവും എന്തുള്ളൂ, സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. ഞാൻ 3 കാര്യം പറഞ്ഞു. ഒന്ന്, മകനെ ധൈര്യപ്പെടുത്തുന്ന അപ്പൻ, മകനെ കുറിച്ച് വെളിപ്പാട് പറയുന്ന ഒരപ്പൻ. ഇത് രണ്ടും പറഞ്ഞിട്ട് ദൈവത്തിനോട് പറയുന്നു, കർത്താവേ, സകലവും അങ്ങയുടെ ദാനമാണ്. ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുവെങ്കിൽ അതെല്ലാം ദൈവത്തിൽ നിന്നാകുന്നു. അതുകൊണ്ട് സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത് എന്നുള്ള ആത്മധൈര്യത്തിന്റെ വാക്ക് പറഞ്ഞ് ദൈവത്തിന് സന്തോഷിച്ചപ്പോൾ, നിന്റെ കയ്യിൽ നിന്നും വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പറയാം, എല്ലാം തരുന്ന ഒരു ഉറവിടം നമ്മുടെ യഹോവയ ദൈവത്തിന്റെ പക്കൽ നിന്ന്. സ്തോത്രം. ഞാൻ ആ വാക്കിന് അല്പം തിരിച്ചിട്ട് കഴിഞ്ഞാൽ 29-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ പ്രൈസ് ചെയ്ത് ദൈവത്തെ നന്ദി പറഞ്ഞിട്ട് 2, തൻ്റെ മകനെ നോക്കി ധൈര്യപ്പെടുത്തുന്ന പിതാവ്. അത് കഴിഞ്ഞ് തൻ്റെ മകനെ കുറിച്ച് സമൂഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പിതാവ്. ഇന്ന് രാത്രിയിൽ ഈ 3 ആശയം നമ്മുടെ അകത്തെ ഇന്ന് രാത്രി കിടക്കട്ടെ. നമ്മുടെ ജീവിതം വലുതായി മാറും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം വലുതായി മാറും. നാം ഒരു അത്ഭുതമായി മാറും. നമ്മെക്കുറിച്ച് കർത്താവ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയും ഏറ്റവും വലുതാണ്. എൻ്റെ ഹെഡിങ് മനസ്സിലാൻ മറക്കരുത്. ആൾ ചെറുതാണെങ്കിലും പ്രവൃത്തി വലുതാണ്. ഞാൻ ചെറുതാണെങ്കിലും പ്രവൃത്തി വലുതാണ്. എൻ്റെ കുടുംബം ചെറുതാണെങ്കിലും പ്രവൃത്തി വലുതാണ്. എൻ്റെ തലമുറ ചെറുതാണെങ്കിലും ആ കുഞ്ഞുങ്ങളെ കുറിച്ച് ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തി വലുതാകുന്നു. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം എൻ്റെ ദൈവം ഏറ്റവും വലിയവനാണ്. ഈ രാത്രിയിൽ
ആ ദൈവനിയോഗം പ്രാപിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദൈവസന്നിധി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ കർത്താവ് അത്ഭുത ദൈവമാണ്. എല്ലാ കണ്ണുമടച്ച് പ്രാർത്ഥന. കർത്താവേ, നീ എന്നോട് കാണിച്ച സ്നേഹത്തിന് നന്ദി കർത്താവേ. അത്ഭുതമല്ല, ഇത് അത്ഭുതമല്ല, നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഓ ഞാൻ ആമേ എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, നാം ജീവിക്കുന്ന ദൈവകൃപയാലത്രേ. നാം പാപിയായിട്ടും നാം രോഗിയായിട്ടും എന്നെ സ്നേഹിച്ച വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അബ്ബാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ. ഹല്ലേലൂയാ.